ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ഇപ്പൊ മലയാള സിനിമയുടെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ എന്റർടൈൻമെന്റ് ആണ് ഏറ്റവും വലിയ എന്താ പറയാ സെല്ലിംഗ് പോയിന്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പോയിന്റ്. അതില്ലെങ്കിൽ അല്ലാത്ത പടങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാറില്ല പലപ്പോഴും എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഗൗരവമായ സിനിമകളും ഒക്കെ ആളുകൾ കാണുന്നുണ്ട്. തമാശയുടെ എലമെന്റ്സുകൾ മാത്രം അല്ലല്ലോ സിനിമ. സിനിമ പിന്നെ എല്ലാം സിനിമ തന്നെയല്ല, നമ്മുടെ ഭൂമിയിൽ തന്നെ എല്ലാം ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കപ്പെടുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു പക്ഷേ അതിനടുത്ത് നടക്കുന്ന 3 മാസങ്ങളിലുള്ള ക്രിയകളുണ്ടായിരിക്കും. ആ 3 മാസങ്ങളാണ് ഒരു രാജ്യഭരണം പോലും സംഭവിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ നേരത്തെ സായൻ സാറ് പറഞ്ഞ പോലെ ആത്മാർത്ഥമായി ഞങ്ങൾ സിനിമയെ സമീപിക്കുന്നവരാണ്. അപ്പോൾ എൻ്റെ ഒപ്പം സായൻ സാറ് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു നടന്മാർ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തോട് തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായി ഞാൻ നിർവഹിക്കപ്പെടുകയാണ്. സിനിമയുടെ ഇതിനല്ല, അത് ഞാൻ കൃത്യമായി അതിനുവേണ്ടി ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. ആ രീതിയിൽ ആ സിനിമ വിജയമായി തന്നെ തീരും എന്നുള്ളതാണ്. അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് നൂറുദ്ദീൻ ബാവ എന്ന് പറയുന്ന ആളാണ്. ഒരുപാട് സിനിമകൾ ചെയ്തില്ല, എന്നാൽ രാജീവ് രവിയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പം ഇതിൻ്റെ ചമയം ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള പട്ടണം ഷായാണ്. അദ്ദേഹം ഇതിനകത്ത് ടോൾസ്റ്റോയും ദസ്തയേവ്സ്കിയൊക്കെ പോലെ വളരെ അത്ഭുതകരമായ രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ പറ്റില്ല ആ കഥാപാത്രം. ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അന്നേ റസൂലിലൂടെ നാഷണൽ അവാർഡ് വാങ്ങിയ രാധാകൃഷ്ണനാണ്. ഇതിൻ്റെ ആർട്ട് ചെയ്തിരിക്കുന്നത് മെക്സിക്കൻ ഫിലിം അവാർഡ് വരെ വാങ്ങിച്ചിട്ടുള്ള മനു പെരുന്നാണ്. അപ്പോൾ ഈ സിനിമയോടൊപ്പം നിങ്ങൾ സിനിമയുടെ അകത്ത് കാണുന്നവരെക്കാൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നവരിൽ പലരും അത് എല്ലാവരും ഇങ്ങനൊരു സിനിമ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ സിനിമയിൽ ജോലിയെടുക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് എല്ലാവരും കോവിഡ് കഴിഞ്ഞ അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ ഇങ്ങനൊരു സിനിമ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം എൻ്റെ കൂടെ ചീഫ് അസോസിയേറ്റ് എന്ന് പറയാം. ഒരുപക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധമല്ല. ചീഫ് അസോസിയേറ്റ് എന്ന് പറയുന്നത് സുധീഷ് ഗോപാലകൃഷ്ണനാണ്. സുധീഷ് ഗോപാലകൃഷ്ണൻ സിനിമ ചെയ്തിട്ടില്ല, പക്ഷേ ചെയ്ത ഡോക്യുമെന്ററിക്ക് നാഷണൽ അവാർഡ് നേടിച്ച ആളാണ്. പക്ഷെ മലയാള സിനിമയുടെ ചരിത്രം എടുത്താൽ അരവിന്ദന്റെ ഒരു സിനിമയുടെ കൂടെ ചീഫാണ്. അരവിന്ദൻ, ഷാജിയൻ കരുൺ സാറ്, അങ്ങനെ നിരവധി ആളുകൾ, വീണാവളിയുടെ പ്രസിദ്ധമായ സിനിമകളുടെ ഒക്കെ സുധീഷ് ഗോപാലകൃഷ്ണനാണ് ഇതിന്റെ ചീഫ് അസോസിയേറ്റ്. ഈ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ആണ്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ സിനിമ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനൊരു സിനിമ വരുന്നത് ഞങ്ങളെല്ലാവരും വരാം. അങ്ങനെ എല്ലാവരും കൂടി വന്ന ഒരു സിനിമയാണിത്. ഒരു കൂട്ടായ്മയിലൂടെ സംഭവിച്ച. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും ഒരു പക്ഷെ ശമ്പളം നിശ്ചയിക്കപ്പെടാൻ നോക്കിയാൽ പക്ഷെ ഒരു വലിയ മെഗാസ്റ്റാറിന്റെ പടം ചെയ്യണത്തിലേക്കൊക്കെ വരാം. പക്ഷെ ആ സാഹചര്യത്തിലാണ് ഇപ്പൊ ഈ സിനിമയിൽ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന കൂടുതൽ ജാവേദ് അസ്ലം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്. ജാവേദ് അസ്ലം എന്ന് പറഞ്ഞാൽ ലോകത്ത് ചിത്രം വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിലക്ക് ചിത്രം വെക്കുന്ന ഒരു ചിത്രകാരനാണ്, സംഗീതക്കാരനാണ്. വലിയ രീതിയിൽ ഇപ്പോൾ ഷാബാസിൻ്റെ കൂടെയൊക്കെ വായിക്കുന്ന, സിത്താർ വായിക്കും, ഹാർമോണിയം വായിക്കും, നിരവധി. അങ്ങനെ അവരെല്ലാവരുടെയും ഒരു കൂട്ടായ്മ സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ തന്നെ ചില സ്കെച്ചുകൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അവരുടെ ഒരു മ്യൂസിക്, സാറിൻ്റെ ക്യാരക്ടർ ഒരു ടോൾസ്റ്റോയുടെ ചിത്രം വരക്കുന്നതിലൂടെയാണ് ടോൾസ്റ്റോയുടെ നാടകത്തിലേക്കുള്ള യാത്ര സിനിമ കാണിക്കുന്നത്. അതിന് ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു മ്യൂസിക് എലമെന്റ് നടക്കുന്നുണ്ട്. ആ മ്യൂസിക് വായിക്കുന്ന കൂട്ടത്തിൽ ഇന്നത്തെ ഇവിടെ നമ്മുടെ ഉമ്പായുടെ മകൻ ഉൾപ്പെടെ അതിനകത്തിരുന്ന് മ്യൂസിക് വായിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രഗത്ഭനായ തബലിസ്റ്റ് ജിത്തു ഇരുന്ന് തബല വായിക്കുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാം ഈ കലയോടുള്ളൊരു പാഷൻ, ആ സിനിമ എത്ര കോടി ക്ലബിൽ ചെല്ലുമെന്നല്ല നോക്കുന്നത്. അത്തരത്തിലൊരു സിനിമ വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വരികയാണ് എറണാകുളത്തേക്ക്. ഞങ്ങളിന്ന് ഫ്രീ ആണ്. അങ്ങനെ സംഭവിക്കപ്പെട്ട ഒരു സിനിമ.